പ്രസംഗിച്ചു തുടങ്ങുമ്പോഴേക്കും കയ്യടിയോടെയായിരുന്നു സ്വീകരണം. കണക്കിന് വിമർശിച്ചു തുടങ്ങുമ്പോൾ സദസ്സിൽ പൊട്ടിച്ചിരിയുടെ ആരവം. അതായിരുന്നു VS അച്യുതാനന്ദൻ. റോഡിൽ നടക്കുമെന്ന് പറഞ്ഞത് ഇതുവരെ കാണാൻ കഴിഞ്ഞില്ലല്ലോ എന്ന ഇതുവരെ കാണാൻ കഴിയാത്ത ആളുകൾ കാത്തിരുന്നു കാണുക. രാഷ്ട്രീയ വിഷയങ്ങളെയും അഴിമതിയെയും നീട്ടിയും കുറുക്കിയും തനതു ശൈലിയിൽ VS അവതരിപ്പിക്കുമ്പോൾ ഇളകിമറിയുന്ന ജനക്കൂട്ടത്തെയാണ് രാഷ്ട്രീയ കേരളം കണ്ടത്. നമ്മൾ ഒരു പാർട്ടിയിലും അങ്ങനെ ഒരു ക്രൗഡ് പുള്ളറെ ആ രീതിയിൽ നമ്മൾ കാണുന്നില്ല. ഈ ആവേശ തിരയിളക്കം എന്നൊക്കെ പറയുന്നത് പോലെ ഒന്ന് സൃഷ്ടിക്കാൻ യഥാർത്ഥത്തിൽ ഒരു നേതാക്കന്മാർക്കും കേരളത്തിൽ കഴിയുന്നില്ല എന്നുള്ള വാസ്തവമാണ്. VSന്റെ പ്രചരണത്തിലുണ്ടായിരുന്ന ഒരു പ്രത്യേകത, ഒരു തരത്തിലും ജയിക്കാൻ കഴിയാത്ത മണ്ഡലങ്ങളിൽ പോലും, ഇപ്പം മുസ്ലിം ലീഗിൻ്റെയൊക്കെ ചില മണ്ഡലങ്ങളുണ്ടായിരുന്നു, അവിടെ പോലും അവരുടെ പാർട്ടി കേഡർമാരെ റിജ്യൂനേറ്റ് ചെയ്യുന്നതിൽ, അവരുടെ ആവേശം വർദ്ധിപ്പിക്കുന്നതിൽ അദ്ദേഹം വിജയിക്കുകയായിരുന്നു. തനതു ശൈലിയിലൂടെ VS നടത്തുന്ന പരാമർശങ്ങൾ പ്രതിപക്ഷ നിരക്ക് കുറിക്കുകൊള്ളുമായിരുന്നു. അണികളിൽ ഇത്രയധികം ആവേശം പകരുന്ന ഒരു നേതാവിനെ കേരളം കണ്ടിട്ടില്ല. പഴയ ഒരു തലമുറയുടെ ഒരു പ്രതിനിധി വളരെ സത്യസന്ധമായി നമ്മളോട് പറയുന്നു എന്നുള്ള ഒരു ധാരണയിൽ അദ്ദേഹത്തിന് കേരളത്തിലെ ജനങ്ങൾ കൊടുത്തിരുന്ന വലിയൊരു അക്സെപ്റ്റൻസ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് എന്തും പറയാമായിരുന്നു, അദ്ദേഹം അത് പറയുകയും ചെയ്യുമായിരുന്നു, അത് ബ്ലണ്ടായിട്ട് സംസാരിക്കുമായിരുന്നു. അപ്പോൾ അതിൽ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയൊരു ക്വാളിറ്റി എനിക്ക് തോന്നുന്നത് ഭയം എന്ന് പറയുന്ന ഒരു കാര്യം അദ്ദേഹത്തിന് ഇല്ല. ആരോഗ്യ പ്രശ്നങ്ങളാണ് VSനെ പ്രചരണ വേദികളിൽ നിന്നും അകറ്റി നിർത്തുന്നത്. കോൺഗ്രസിന്റെ ഹെലികോപ്റ്റർ പ്രചാരണത്തെ കണക്കിന് വിമർശിച്ചതോടെ അത് ഒഴിവാക്കിയതും സൈന്യം ബാരക്കിലിരിക്കുമെന്നുള്ള പ്രസ്താവനയും കോൺഗ്രസിന് കൊടുത്ത തിരിച്ചടി ചെറുതല്ലായിരുന്നു. പശുവിന്റെ ഇണയായിട്ടുള്ള കാളയോ VSന്റെ പരിഹാസങ്ങൾ അതേപടി ഉൾക്കൊള്ളുന്ന രാഷ്ട്രീയ കേരളത്തിന് പരാതികൾ ഇല്ലായിരുന്നു. പകരം നിറഞ്ഞ കയ്യടിയായിരുന്നു. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം. ഇപ്പോൾ D. ബിനോയ് നമ്മളോടൊപ്പം